കോൺഗ്രസിന്റെ പതനം അടുക്കാറായി എന്ന് പറഞ്ഞു പരത്തുന്നവരോട് വളരെ ആത്മവിശ്വാസത്തോടെ തന്നെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് സാദിഖ് അലി ശിഹാബ് തങ്ങളും പാണക്കാട് കുടുംബവും, കൂടെ കോൺഗ്രസിന്റെ ചുണക്കുട്ടികളും. അതുപോലെ തൃണമൂൽ കോൺഗ്രസ് നേതാവ് PV അൻവർ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് UDF-നൊപ്പം ഉണ്ടാകുമെന്നുമാണ് പാണക്കാട് സാദിഖ് അലി തങ്ങൾ പറയുന്നത്. കാരണം UDF-ലേക്കുള്ള പ്രവേശനം അൻവറിന്റെ നിലനിൽപ്പിന് ആവശ്യമാണെന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറയുന്നത്. അതുപോലെ തന്നെ UDF-മായി ധാരണയിലായി കഴിഞ്ഞാൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികളെ അൻവർ പിൻവലിക്കും എന്നുമാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ കോൺഗ്രസും ലീഗും തമ്മിലുള്ള ഐക്യം വളരെ ആവശ്യമാണ്. PV അൻവർ UDF-ൽ എത്തുമെന്ന കാര്യത്തിൽ ഉറപ്പായിരുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അൻവറിന്റെ പാർട്ടി സജീവമായതോടെ അങ്ങനെ തള്ളിക്കളയാൻ പറ്റുന്നതല്ല ആ വോട്ടുകൾ. അതും 100% പിണറായി വിരുദ്ധതയായിട്ടുള്ള വോട്ടുകളാണ് അതെല്ലാം. അതുകൊണ്ട് മലപ്പുറത്ത് നിന്ന് തന്നെ പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. PV അൻവർ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് UDF-നൊപ്പം ഉണ്ടാകുമെന്ന് പാണക്കാട് സാദിഖ് അലി തങ്ങൾ അത് വ്യക്തമാക്കുകയും ചെയ്തു. അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന ആ വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം. UDF-നെ സംബന്ധിച്ചിടത്തോളം തർക്കങ്ങൾക്ക് വിട പറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പാണിത്. അപ്പുറത്ത് പൊന്മുണ്ടുണ്ട്, എടയൂരുണ്ട്, വണ്ടൂരുണ്ട്. അവിടെയൊക്കെ ലീഗും കോൺഗ്രസും തമ്മിൽ തർക്കങ്ങളൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. ചർച്ച ചെയ്ത് പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരന്തരം തർക്കം, പരിഹാരം, ഒരു സമ്മർദ്ദമൊക്കെ മനസ്സിലുണ്ടാവുണ്ടോ നിങ്ങൾക്ക്? തർക്കങ്ങള് രാഷ്ട്രീയത്തില് പല അഭിപ്രായക്കാരുണ്ടാവുമല്ലോ. അപ്പൊ ആ അഭിപ്രായങ്ങൾ നമ്മൾ രണ്ടു കൂട്ടരെയും കേട്ടുകൊണ്ട് നമുക്ക് പിന്നെ അതിന്റെ ഒരു പരിഹാരം നിർദ്ദേശിച്ചു കൊടുക്കുമ്പോൾ മിക്കവാറും അതൊക്കെ ശരിയാവാറുണ്ട്. ഇതിനകത്ത് തന്നെ ഒരുപാട് ഈ സീറ്റ് തർക്കം നടക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. എടുത്തു പറയേണ്ടതായിട്ടുള്ള തർക്കങ്ങളൊന്നും എവിടെയില്ല. ലീഗ് നേതൃത്വം ഒരു കാര്യം പറഞ്ഞാൽ അതിൽ പിന്നെ ഒരു മറുവാക്ക് പറയാൻ ലീഗ് പ്രവർത്തകന്മാരും തയ്യാറാകാറില്ല. അതിനനുസരിക്കുകയാണ് ലീഗിന്റെ ഒരു പതിവ്. അങ്ങനെയാണ്. PV അൻവറിന്റെ വിഷയം ഇങ്ങനെ നിൽക്കുകയാണല്ലോ, കയ്യാലപ്പുറത്ത് തേങ്ങയായിട്ട് നിൽക്കുകയാണ്. അസോസിയേറ്റ് മെമ്പറാക്കാം എന്ന് UDF സംസ്ഥാന തലത്തിൽ ധാരണയായി. പക്ഷേ ജില്ലയിൽ പ്രായോഗിക തലത്തിൽ അത് നടക്കുകയും ചെയ്തിട്ടില്ല. ഇതിലെന്താണ് ഇങ്ങനെ വൈകുന്നത്? തെരഞ്ഞെടുപ്പിന് മുമ്പെങ്കിലും നടക്കുമോ അത്? അൻവറും തന്നെ ആ കാര്യത്തിൽ UDF-മായി വളരെ സഹകരിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത്. പക്ഷെ പല സ്ഥലത്തും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. സ്വാഭാവികമാണല്ലോ, അദ്ദേഹത്തിന്റെ ആളുകൾ ഉണ്ടാവും ചില സ്ഥലങ്ങളിൽ, അവിടെ പ്രഖ്യാപിച്ചു എന്ന് വരും. പക്ഷെ അതൊരു ധാരണയായി കഴിഞ്ഞാൽ പിന്നെ അത് പിൻവലിക്കുകയും UDF-മായി സഹകരിക്കുകയും ചെയ്യും. തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തായാലും ഒരു ധാരണയ്ക്ക് സാധ്യതയുണ്ട്. ചർച്ചകൾ നടക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു മുന്നണിയിൽ നിൽക്കുക എന്നുള്ളത് അൻവറിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ്. ആ നിരക്ക് ചർച്ചയിലൂടെ പരിഹരിക്കാൻ പറ്റും. അസോസിയേറ്റ് മെമ്പറായിട്ട് തന്നെയായിരിക്കും അല്ലേ? ഒരു മുന്നണിക്ക് അകത്തുള്ള ഒരു പ്രവേശനം തീരുമാനിക്കേണ്ട കാര്യമാണ് കേട്ടോ. ഒരു തെരഞ്ഞെടുപ്പിന്റെ മാത്രം പ്രശ്നമല്ല അത്. ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലേക്കാണ് ആ കാര്യങ്ങളുടെ കൂടുതൽ ശ്രദ്ധ വരേണ്ടത്. കോൺഗ്രസ് ലീഗ് തർക്കം ഇപ്പൊ നിലമ്പൂരൊക്കെ കഴിഞ്ഞ തവണ കയ്യിൽ നിന്ന് പോയതാണ്. ലീഗിന് മലപ്പുറം ജില്ലയിൽ ഒരു സീറ്റില്ലാത്ത തദ്ദേശ ഭരണ സ്ഥാപനം എന്നൊക്കെ പറയുമ്പോൾ വലിയ തിരിച്ചടിയായിരുന്നില്ലേ? അത് ഇത്തവണ അതേ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നില്ലേ? ഇല്ല, നിലമ്പൂരിൽ ഇത്തവണ അതിനൊക്കെ വളരെ വ്യത്യാസം വന്നിട്ടുണ്ട്. കഴിഞ്ഞ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ശ്രീ ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചതിന് ശേഷം ആ തെരഞ്ഞെടുപ്പിന് ശേഷം അവിടെ മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ ഒറ്റക്കെട്ടായിട്ട് തന്നെ പോവുകയാണ്. അന്നത്തെ ഐക്യം ഇപ്പോഴും ഉണ്ട്. ആ ഉപതെരഞ്ഞെടുപ്പിലേക്ക് അത് നിലനിൽപ്പിന് ആവശ്യമാണ്. നിലനിൽപ്പിനും ആവശ്യമാണ്. അതെ, രണ്ട് പാർട്ടികളും നിലനിൽപ്പിന് ആവശ്യമാണ്. അതൊരു മനസ്സിലാക്കിയിട്ട് തന്നെ ഒറ്റക്കെട്ടായിട്ട് പോകാൻ ഉള്ള ഒരു ധാരണയാണ് ഇപ്പോൾ ഉള്ളത്. കോൺഗ്രസിനകത്ത് തന്നെ വലിയ ഭിന്നതയുണ്ട്. ഇപ്പോൾ KC വേണുഗോപാൽ കേരളത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നു, അപ്പോൾ മറുവിഭാഗത്തിന് അത് വലിയ അസ്വാരസ്യം ഉണ്ടാക്കുന്നു. ഇവർക്കിടയിൽ ഈ തർക്കേ ഈ തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ ഒരു വിജയത്തെ തന്നെ ബാധിക്കുന്ന ഒരു ആശങ്കയുണ്ടോ തങ്ങൾക്ക്? കോൺഗ്രസ് വലിയ പാർട്ടിയാണ്, വലിയ നേതാക്കളുള്ള പാർട്ടിയാണ്. ഓരോ നേതാവിനും അത് അവരുടേതായ അഭിപ്രായങ്ങളുണ്ട്, അവരുടേതായിട്ടുള്ള മേഖലകളുണ്ട്, അവരുടേതായിട്ടുള്ള കീഴ്വഴക്കങ്ങളുണ്ട്. അതിനൊന്നും ഇപ്പോൾ നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. പക്ഷേ ഒരു അന്തിമ ലക്ഷ്യം എന്നുള്ളത് പിന്നെ ഐക്യജനാധിപത്യ മുന്നണിയുടെ വിജയമാണ്. അതിനുവേണ്ടി അവർ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി വരും എന്ന് തന്നെ. തർക്കങ്ങൾ ഉണ്ടെങ്കിലും അത് തെരഞ്ഞെടുപ്പിനായിട്ടെങ്കിലും മാറ്റിവെക്കേണ്ടതുണ്ട്. കോൺഗ്രസ് യോജിച്ച ഒരു തീരുമാനത്തിലേക്ക് ആ കാര്യത്തിൽ എത്തണം എന്ന് മുസ്ലിം ലീഗ് എപ്പോഴും അവരോട് പറയാറുണ്ട്. ഇപ്പോഴും പറയുന്നുണ്ട് ഈ നേതാക്കളോട്. അതെ, അവർ കേൾക്കുന്ന പ്രതീക്ഷിക്കാല്ലേ നമുക്ക്? ഒരു നല്ല കാര്യം പറയുമ്പോൾ എല്ലാവരും കേൾക്കാറുണ്ട്. തീർച്ചയായിട്ടും അത് നമ്മുടെ സംസ്ഥാനത്തിന്റെ നല്ല ഭാവിക്ക് വേണ്ടിയുള്ള കാര്യമാണല്ലോ. അതിലെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെ കാര്യങ്ങൾ ഉൾക്കൊള്ളും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. വെള്ളാപ്പള്ളി നിരന്തരം ഈ മലപ്പുറം ജില്ലയെ, മുസ്ലിംസിനെ, ലീഗിനെ ഒക്കെ നിരന്തരം അവഹേളിക്കുന്ന തരത്തിലുള്ള ചില പ്രസ്താവന നടത്തുന്നുണ്ട്. പക്ഷെ ഇതിലൊന്നും മുഖ്യമന്ത്രി അതിനൊന്നും എതിർക്കുകയോ ഇത് ശരിയല്ല എന്ന് പറയുകയും ചെയ്തിട്ടില്ല. എങ്ങനെയാണ് ഇതിനെടുക്കുന്നത്? പക്ഷെ വെള്ളാപ്പള്ളിയുടെ അഭിപ്രായങ്ങളൊന്നും തന്നെ അതൊരു നമ്മുടെ രാജ്യത്തിന് ചേർന്ന അഭിപ്രായമല്ല. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൻ്റെ ഒരു പാരമ്പര്യം എന്നുള്ള സൗഹാർദ്ദത്തിൻ്റെ പാരമ്പര്യമാണ്. ഹിന്ദു മുസ്ലിം ക്രൈസ്തവ ഐക്യമാണല്ലോ കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ അതിൽ വിള്ളൽ വീഴ്ത്തുന്ന തരത്തിലുള്ള അഭിപ്രായപ്രകടനങ്ങൾക്ക് ആര് പറഞ്ഞാലും അതിനെ അത്ര പ്രോത്സാഹിപ്പിക്കുന്നത് ശരിയല്ല എന്നുള്ളത് തന്നെയാണ്. രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയൊക്കെ ഇത്തരം ആളുകളുടെ അഭിപ്രായങ്ങളെ നമ്മൾ വെള്ള പൂശുമ്പോൾ അതുണ്ടാകുന്ന ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. അതിന് നമ്മൾ കാണാതിരുന്നുകൂടാ.
ഈ നിയമപരമായിട്ട് തന്നെ അതിനെ നേരിടാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അത്തരം വർത്തമാനങ്ങൾ ഇനിയും തുടർന്ന്? അല്ല, അദ്ദേഹത്തിന്റെ വർത്തമാനത്തെ നമ്മൾ അതേ സമയത്ത് തന്നെ അതിനെ പിന്നെ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് തന്നെ മതി, ജനങ്ങൾക്ക് അത് മനസ്സിലാകുന്നുണ്ട്. ഈ തങ്ങന്മാരുടെ വീട്ടിൽ വന്ന തിരക്കൊഴിഞ്ഞ സമയമില്ല, എപ്പോഴും തിരക്ക്, ആൾക്കൂട്ടത്തിനിടയിലാണ്. അപ്പൊ ഈ സമയത്ത് ഈ വ്യക്തിപരമായ കാര്യങ്ങൾക്കൊക്കെ സമയം കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടുണ്ടോ? അതൊക്കെ അങ്ങ് നടന്നു പോകും, അത് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ആളുകൾ കാണാതിരുന്നാലാണ് ബുദ്ധിമുട്ട്. അതെ. എല്ലാരും പറഞ്ഞു കേൾക്കുന്നുണ്ട് സാദിഖലി തങ്ങള് ഇപ്പോൾ കുടുംബത്തിനകത്ത് ഒരു ചടങ്ങ് നടക്കുമ്പോൾ അല്ലെങ്കിൽ സൗഹൃദ കൂട്ടായ്മയിലൊക്കെ നല്ല പാട്ടുകാരനാണ്. അപ്പൊ നമുക്ക് ആ പാട്ടിന്റെ മുഖം, ഗായകന്റെ മുഖം ഒന്ന് കണ്ടാൽ കൊള്ളാന്നുണ്ട്. അല്ലാതെ ഈ സമയത്ത് പാടിയ ശരിയാവില്ല. ഞാൻ പിന്നെ ഉത്സവല്ലേ, ജനാധിപത്യത്തിന്റെ ഉത്സവ സമയത്ത് ഒരു പ്രധാനപ്പെട്ട നേതാവിന് പാടാലോ. ഇപ്പൊ ഞാൻ പിന്നെ പാടിത്തരാം. പാണക്കാട് യോഗം എന്ന് പറയുന്ന ഒരു ബിരിയാണി യോഗമാണ്. അതൊക്കെ കേൾക്കുമ്പോ എന്താ തോന്നാറ്, കളിയാക്കുമ്പോ, ഇത്തരം കളിയാക്കലുകളൊക്കെ കേൾക്കുമ്പോ? എന്റെ വാപ്പയുടെ സമയത്ത് മുസ്ലിം ലീഗ് പിളർന്നൊരു സമയമായിരുന്നു. ഇത്രക്കാർ അന്ന് പറഞ്ഞിരുന്നത് ആ ചർച്ചയ്ക്ക് വരുന്നവർക്ക് കോഴി ബിരിയാണി വെച്ച് കൊടുത്തിട്ട് കോഴികൾക്ക് വംശനാശം സംഭവിക്കുന്നത്. അപ്പൊ അന്ന് തൊട്ട് കേൾക്കുന്നതാണത്. അതുകൊണ്ട് അതിലൊന്നും പുതുമയില്ല. എല്ലാവരും പറയുന്നത് ഇങ്ങനെയൊക്കെ ബിരിയാണി ചർച്ച നടക്കുമ്പോഴും തങ്ങൾ നല്ല അസല് വെജിറ്റേറിയൻ ആണല്ലോ പറയണത്. നമ്മുടെ യാത്രയിലൊക്കെ ആകുമ്പോഴേ കൂടുതൽ നോൺ വെജ് ഒഴിവാക്കുന്നതാണല്ലോ നല്ലത്. എന്നിട്ട് ഇങ്ങനെ ഇഷ്ടം ഏതായിരിക്കും അതില്? അതിനുള്ള സാമ്പാർ, കറി, മോര്, പുളിശ്ശേരി ഇഷ്ടമുള്ള സംഭവങ്ങളാണ്. അപ്പൊ ഇനി വലിയ തിരക്കിലേക്ക് പോവാൻ പോവാണ്. ഇനി അടുത്തടുത്ത് വരികയാണല്ലോ തെരഞ്ഞെടുപ്പ്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാം. ഓക്കെ, ശരി.